NSSുമായി UDFന് പ്രശ്നങ്ങളില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം. മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സലാം. ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചപ്പോൾ പങ്കെടുത്തെന്ന് മാത്രം. സമദൂര സിദ്ധാന്തത്തിൽ മാറ്റമില്ലെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുണ്ട്. NSSുമായി സൌഹൃദം ഇപ്പോഴുമുണ്ട്, പുതുക്കേണ്ട ആവശ്യമില്ല. NSS ഒന്നും LDF അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അവർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്നത് ശരിയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട NSS ജനറൽ സെക്രട്ടറി പ്രസ്താവന വന്നു, ഞങ്ങളിപ്പോഴും സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ലീഗിനുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ UDF മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം. അല്ല, ഈ തർക്കം NSSുമായി UDFന് ഒരു പ്രശ്നമില്ലല്ലോ. ആരാ പ്രശ്നം എന്ന് പറഞ്ഞത്? കാലാകാലങ്ങളിൽ ഇത്തരം സംഘടനകളെ അവരെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുമായി UDF അതിന്റെ നേതാക്കന്മാരും സഹകരിക്കാറുണ്ട്. ആ സഹകരണം തുടരുക തന്നെ ചെയ്യും. UDF ഒരുമിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് വേറെ, ലീഗ് വേറെ, മറ്റു ഘടകകക്ഷികൾ വേറെ എന്ന ചിന്തയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കും. അല്ല, ഈ തർക്കം പരിഹരിക്കാനുള്ള നീക്കം ലീഗിന്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നീട് കണ്ടിട്ടില്ല. അത് ഇനി തുടരുമോ എന്നുള്ളതാണ്. ആരുമായിട്ടാ തർക്കം? കോൺഗ്രസും അതോടൊപ്പം തന്നെ NSSുമായി ബന്ധപ്പെട്ടുള്ള. ആരാ പറഞ്ഞു അങ്ങനെ തർക്കമുണ്ടെന്ന്? ഇല്ലല്ലോ, അങ്ങനെ തർക്കമില്ല. ഇടതുപക്ഷം ഗവൺമെന്റ് വിളിച്ചു കൂട്ടിയ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS ജനറൽ സെക്രട്ടറി പങ്കെടുത്തു. അതൊരു കോൺഗ്രസുമായുള്ള തർക്കമാണോ UDFുമായുള്ള തർക്കമാണോ? അത് സ്വാഭാവികമായി ആ ഒരു വിഷയത്തിൽ മാത്രമുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് പാർലമെന്ററി കമ്മിറ്റികൾക്ക് യോഗം ചുമതല നൽകിയതായും സലാം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തതായും സലാം അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.